ഇന്ന് കാണിച്ചു തരുന്നത് ഒരു വൈറൽ റെസിപ്പിയാണ്. കുക്കിംഗ് ഇല്ലാത്ത റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. സ്പെഷ്യലായിട്ടൊന്ന് താളിച്ചിട്ടാൽ മതി, അധികം പണിയൊന്നുമില്ല. ഞാനിത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വൈറൽ റെസിപ്പി ആണെങ്കിൽ പോലും ഇതിനെപ്പറ്റി അറിയാത്ത ചിലരെങ്കിലും എൻ്റെ ഓഡിയൻസായിട്ട് വരുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുണ്ടാക്കാം. ഇതാ ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. സവാള നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. അതുപോലെ വേര് വരുന്ന ഭാഗത്തൊരു കട്ടി ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി തക്കാളി വലിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളി അരിയുമ്പോഴും ആ ഞെടുപ്പ് ഭാഗത്തെ ആ കറുപ്പ് ചേർന്ന ഒരു കട്ടി ഭാഗം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. നല്ല കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുക. ഉപ്പ് കുറച്ച് ചേർക്കുക, പിന്നീട് പോരെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലവണ്ണം ഞെരടിയെടുക്കണേ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊടികളൊന്നും ചേർത്തുണ്ടാക്കുന്ന റെസിപ്പിയല്ല. ഇവിടെ എടുക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും നല്ല ഫ്രഷ് ആയിരിക്കണം. ഇതുപോലെ ഞെരടിയെടുക്കുമ്പോൾ അതിൻ്റെ ആ മണവും രുചിയൊക്കെ ഇതിലിറങ്ങണം. ഒരല്പമെങ്കിലും വാടിയ പച്ചമുളകോ കറിവേപ്പിലയോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലേവർ വരില്ല കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഫ്രഷായിട്ട് കൈവശം ഉള്ളപ്പോൾ ചെയ്ത് നോക്കുക. ആ സവാളയുടെയൊക്കെ ജ്യൂസ് നന്നായിട്ട് വെളിയിൽ വരുന്ന രീതിയിൽ ഞെരടിയെടുക്കണം. ഇതിന് പ്രത്യേകിച്ചൊന്നും അളവൊന്നുമില്ല കേട്ടോ. ഞാൻ എടുത്ത അളവ് പറഞ്ഞെന്ന് മാത്രം. ഒരു പച്ചമുളകൂടെ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു അരമുറി തക്കാളിയുടെ ഇളവിനകത്ത് കൂടുതലിട്ടാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ സവാള കുറച്ചൊന്ന് വാടിയ പോലെ ഒന്നായിട്ടുണ്ട്. ഇതുപോലെ സവാളയുടെ ജ്യൂസൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞെരടിയെടുക്കുക. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇതിന്. ഈ ജ്യൂസ് മാറ്റിയിട്ട് ഈ സവാള ചപ്പാത്തിയിൽ ഇങ്ങനെ റോളാക്കി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞെരടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തൈര് ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മാത്രം മതി, മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. 2 or 3 കപ്പൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രത്യേകിച്ച് അളവൊന്നും തന്നെയില്ല. ഇനി ഇതിലോട്ട് ഒഴിക്കാം. പിന്നെ തൈര് എടുക്കുമ്പോഴേ പുളി കുറവുള്ള തൈര് എടുക്കാനായിട്ട് നോക്കണം. ആ തക്കാളിയുടെ ആ പുളിപ്പും ഒക്കെ മതിയാകും. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പോരെങ്കിലേ ഉപ്പിട് ചേർത്തേക്കണേ. നല്ല കട്ട തൈരായിരിക്കണം. പിന്നെ ആ സവാളയുടെയൊക്കെ ജ്യൂസൊക്കെ അതിനകത്തുണ്ടല്ലോ, അപ്പോൾ അതോട് ചേരുമ്പോൾ കുറച്ചൊന്നുകൂടെ ഈ ചാറങ്ങ് ലൂസാകും. അപ്പോൾ കട്ട തൈരെടുക്കുക, പുളിക്കുറവുള്ള തൈരെടുക്കുക. നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് താളിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ ഈ താളിച്ചിടുന്നത് മാത്രമാണ് അടുപ്പിൽ വെച്ചുള്ളൊരു പരിപാടി. കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ചെറുള്ളി കുറച്ചേറെയായിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളി ഇനി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ശകലം ഒന്ന് വാടിയതിന് ശേഷം വേണം വറ്റൽമുളക് ചേർക്കുക. ആദ്യമേ വറ്റൽമുളക് ചേർക്കുകയാണെങ്കിലേ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും. കൂടെ ഒരു കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളി നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കണേ. കരിഞ്ഞു പോകരുത്, നല്ല മുരിഞ്ഞ് വരണം. ഇതിപ്പോൾ ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂണോളം കായപ്പൊടി ചേർത്തിളക്കുക. കായപ്പൊടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സവാള തക്കാളി പച്ചടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കടുക് താളിച്ചോടെ ചേർത്തൊഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. താളിച്ചൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടി ഇതിന് ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നി. അതായത് ഇരിക്കും തോറും കുറച്ചുകൂടി ടേസ്റ്റ് ആവുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ സമയം മണിക്കൂറുകൾ ഇരിക്കും തോറും തൈര് പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തൈര് പുളിച്ചാൽ അത്ര രസം ഉണ്ടാവില്ലല്ലോ. ആ മുരിഞ്ഞ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായി വരുമ്പോഴത്തേന് ടേസ്റ്റ് കൂടും. ചോറിൻ്റെ കൂടെയോ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ വെജിറ്റബിൾ പുലാവോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ഐറ്റം കൂടിയാണ്. എനിക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.